മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും കേട്ടിട്ടുള്ള കുറച്ച് പേരുകളാണ്, കുറച്ച് ഫണ്ടുകളുടെ കാറ്റഗറിയാണ് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൾട്ടി ക്യാപ്പ് ആൻഡ് ഫ്ലെക്സി ക്യാപ്പ്. യഥാർത്ഥത്തിൽ എന്താണ് ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മൾട്ടി ക്യാപ്പും ഫ്ലെക്സി ക്യാപ്പും എന്നുള്ളതാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും അധികം റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുള്ളത്, അതുപോലെ തന്നെ എത്രമാത്രം റിസ്ക് ആണ് ഓരോ ഫണ്ടിനുള്ളത്, ഏത് കാറ്റഗറിയുള്ള ആൾക്കാർക്കാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓരോരുത്തരുടെയും റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച് ഏതൊക്കെ ഫണ്ടാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 5000-ലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ആദ്യത്തെ 100 കമ്പനിയെ നമ്മൾ ലാർജ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറയുന്നു. 101 മുതൽ 250 വരെയുള്ള കമ്പനികളെ മിഡ് ക്യാപ്പ് കമ്പനികളെന്നും 250-ൽ താഴെയുള്ള കമ്പനികളെ നമ്മൾ സ്മോൾ ക്യാപ്പ് കമ്പനികളെന്നും പറയുന്നു. മ്യൂച്വൽ ഫണ്ടിൽ ഈ ലാർജ് ക്യാപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കീമുകളിൽ ഏകദേശം 80% മുകളിൽ ഈ ആദ്യത്തെ 100 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് ബാക്കിയുള്ള 20% ഫണ്ട് മാനേജറുടെ ഇഷ്ടമനുസരിച്ച് മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ 80% ഷുഡ് ബി ഇൻ ലാർജ് ക്യാപ്പ് സ്റ്റോക്സ്. ഇപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? ലാർജ് ക്യാപ്പ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കമ്പനികളാണ്. ലൈക്ക് നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസ്, അതുപോലെ HDFC ബാങ്ക്, ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, L&T തുടങ്ങിയ ഒരുപാട് വമ്പൻ കമ്പനികളെയാണ് ഇന്ത്യയിലുള്ള വമ്പൻ കമ്പനികളെയാണ് നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫണ്ടാണ് ലാർജ് ക്യാപ്പ് ഫണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവായിട്ടുള്ള ഒരു ഫണ്ടാണ് ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ. കാരണം വലിയ കമ്പനികളായതുകൊണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വലിയ കമ്പനികളായതുകൊണ്ട് തന്നെ ആ കമ്പനികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരാനുള്ള സാധ്യതകൾ കുറവാണ്. അവർക്ക് നോർമൽ ഒരു ബിസിനസ് ഏതൊരു സാഹചര്യത്തിലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ റിസ്ക് കുറവുള്ള ഒരു ഫണ്ടാണ് നോക്കുന്നതെങ്കിൽ ലാർജ് ക്യാപ്പ് ഫണ്ടുകളാണ് അതുപോലെയുള്ള കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് മിഡ് ക്യാപ്പ് കാറ്റഗറി. അതായത് 101 മുതൽ 250 വരെയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ മിഡ് ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഏകദേശം 65% എങ്കിലും മിഡ് ക്യാപ്പ് ടൈപ്പ് ഓഫ് സ്റ്റോക്സ് ഇതുപോലെയുള്ള ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 45% ഫണ്ട് മാനേജറുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ലാർജിലോ മിഡിലോ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. മിനിമം അറ്റ്ലീസ്റ്റ് 65% എങ്കിലും മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ മിഡ് ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ലാർജ് ക്യാപ്പ് ഫണ്ടിനേക്കാളും കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള ഫണ്ടാണ് മിഡ് ക്യാപ്പ് ഫണ്ടുകൾ. കാരണം ലാർജ് ക്യാപ്പിന്റെ അത്രയും വലിയ കമ്പനികളിലല്ല മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷേ ലാർജ് ക്യാപ്പിനേക്കാളും കുറച്ചുകൂടി റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും മിഡ് ക്യാപ്പിനുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ. നമുക്കറിയാം, 250-ൽ താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഫണ്ടുകളെയാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ഫണ്ട് കാറ്റഗറിയാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി ലാർജ് ക്യാപ്പിനേക്കാളും മിഡ് ക്യാപ്പിനേക്കാളും റിസ്കി ഫണ്ടാണ്. പക്ഷേ റിട്ടേൺസും വളരെ നല്ല രീതിയിൽ കൊടുക്കാൻ സാധ്യതയുള്ള ഫണ്ടാണ് ലോങ് ടൈമിലേക്ക്. ഇന്ന് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 5 വർഷം മുതൽ മുകളിലേക്ക്, അല്ലെങ്കിൽ 5 വർഷം 7 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമുള്ള ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് കാറ്റഗറിയാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്. കമ്പാരിറ്റീവ്ലി ലാർജ് ക്യാപ്പിനെയും മിഡ് ക്യാപ്പിനേക്കാളും റിസ്ക് കൂടുതലാണെങ്കിൽ പോലും ലോങ് ടൈമിലേക്ക് നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ സ്മോൾ ക്യാപ്പ് ആണ് നാളത്തെ മിഡ് ക്യാപ്പ് ആയിട്ട് മാറുന്നത്. നാളത്തെ മിഡ് ക്യാപ്പ് അവിടുന്ന് ലാർജ് ക്യാപ്പ് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്മോൾ ക്യാപ്പ് നല്ല റിട്ടേണും തരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റിസ്കി ഫണ്ടുമാണ്. മറ്റൊരു കാറ്റഗറി നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് മൾട്ടി ക്യാപ്പ് ഫണ്ട്. എന്താണ് മൾട്ടി ക്യാപ്പ്? ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ കാറ്റഗറിയിലും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ഫണ്ട് കാറ്റഗറിയാണ് മൾട്ടി ക്യാപ്പ് ഫണ്ട്. 25% വീതം എല്ലാ കാറ്റഗറിയിലും, അതായത് ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും 25% വീതം അലോക്കേഷൻ നടത്തുന്ന ഫണ്ടുകളെയാണ് മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾ എന്ന് നമ്മൾ പറയുന്നത്. റിമൈനിങ് വരുന്ന 25% ഫണ്ട് മാനേജറുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഏത് കാറ്റഗറിയിൽ വേണം അലോക്കേറ്റ് ചെയ്യാം. അതായത് 10% ലാർജ് ക്യാപ്പും 10% മിഡ് ക്യാപ്പും റിമൈനിങ് 5% സ്മോൾ ക്യാപ്പിലേക്ക് അലോക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ 25% മാത്രമേ ഫണ്ട് മാനേജർ ഇഷ്ടമനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നടത്താൻ ഈ ഒരു ഫണ്ടിൽ അനുവാദമുള്ളൂ. മറ്റൊരു കാറ്റഗറി ഫണ്ടാണ് ഫ്ലെക്സി ക്യാപ്പ്. ഈ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് തന്നെ ഫ്ലെക്സിബിൾ ആണ്. അതിലാണ് പൂർണ്ണമായിട്ടും ഫണ്ട് മാനേജർക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിൽ ലാർജ് ക്യാപ്പിൽ ഇത്ര പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ, മിഡ് ക്യാപ്പിൽ ഇത്ര പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ, സ്മോൾ ക്യാപ്പിൽ ഇത്ര വേണമെന്നോ അങ്ങനെ ഒരു നിബന്ധനയൊന്നുമില്ല. ഫണ്ട് മാനേജർക്ക് എവിടെയാണോ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കുന്നത് ആ ഒരു മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാനായിട്ട് ഫ്ലെക്സി ക്യാപ്പിൽ അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്.
ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, മൾട്ടി ക്യാപ്, ഫ്ലെക്സി ക്യാപ്, ഈ ഒരു 5 കാറ്റഗറിയിലുള്ള ഫണ്ടിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ റിസ്കിനനുസരിച്ചുള്ള ഫണ്ടുകൾ എപ്പോഴും സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫണ്ടുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.